ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെ ഇലക്ഷനൊക്കെ കഴിഞ്ഞു. നമ്മുടെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഇലക്ഷനൊക്കെ കഴിഞ്ഞു. ആര്യാടൻ ഷൗക്കത്ത് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണം തോന്നി. ഞാൻ പറയാൻ വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായി. എനിക്കതിനൊരു ടൈം കിട്ടിയിട്ടില്ല നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. കേരളത്തിൻ്റെ പൊതുവായ കാര്യം അല്ലെങ്കിൽ ഇന്ത്യയിൽ പൊതുവായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഞാൻ വീഡിയോ പറയുന്നത്. ഇലക്ഷൻ. ഇപ്പം നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും. എലക്ഷൻ എന്ന് പറഞ്ഞ ആഘോഷം ഈ രാഷ്ട്രീയ പാർട്ടികൾക്കും അതുമാതിരി നമ്മളെ ഇലക്ഷനിൽ മത്സരിച്ചു പോകുന്ന പ്രതിനിധികൾക്കും ഭയങ്കര ഓവറായിട്ടുള്ള ഒരു പ്രാതിനിധ്യമാണ് നമ്മുടെ നാട്ടിൽ കൊടുക്കുന്നത്. നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടുകണമെന്നറിയില്ല. കാനഡ, ജപ്പാൻ, അതുപോലെ USA അങ്ങനത്തെ ഒക്കെ രാജ്യത്ത് ഇതുപോലുള്ള പ്രകടനം ഇപ്പോൾ എന്തെങ്കിലും ഇലക്ഷൻ്റെ ഒക്കെ ഒരു പരിപാടി വരുമ്പോൾ ട്രാഫിക് ബ്ലോക്കുകളൊക്കെ ഉണ്ടാകുന്നത് കണ്ടിട്ടുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം തന്നെ നിലമ്പൂരിൽ എത്രത്തോളം ആൾക്കാരാണ് ബുദ്ധിമുട്ട് അനുഭവിച്ചത്. ഇതൊന്നും ആരും പറയണില്ല. എനിക്കറിയില്ല ഇവരെന്താ ഇതിനെക്കുറിച്ചൊന്നും പറയാത്തത്. ഇലക്ഷൻ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നുള്ള രീതിയിൽ ഒരിക്കലുമല്ല. നമുക്ക് ഒരു സ്ഥലത്ത് കൃത്യമായി എത്തണം. നമ്മളെ പരിമിതമായ റോഡ് സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഒരു ഒരു ആംബുലൻസൊക്കെ വന്നാൽ പെട്ടെന്ന് വഴിയൊരുക്കും, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഒരു ആംബുലൻസ് പെട്ടെന്ന് വന്ന് ആംബുലൻസ് ഹോസ്പിറ്റലിലെത്തി, ആ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഡോക്ടറാണെങ്കിലും നേഴ്സാണെന്നുണ്ടെങ്കിലും അവർ ഈ ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിക്കഴിഞ്ഞ് രോഗി അവിടെ എത്തിയിട്ട് കാര്യമുണ്ടോ? അപ്പോൾ എല്ലാവർക്കും ഈ എലക്ഷൻ്റെ പേരിൽ ആൾക്കാർ ഓവറായിട്ടാണ് ആഘോഷിക്കുകയാണ്. ഇങ്ങനെയാണോ? ഓവർ ഇമോഷൻ കൊടുത്തിട്ടാണോ എലക്ഷന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു മെൻറ്റാലിറ്റി ആണോ വേണ്ടത്? പുതുതലമുറയോടാണ് പറയണത്. ശരിക്കും ഇത്ര അധികം നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഈ ഇലക്ഷൻ്റെ റിസൾട്ടും ഇലക്ഷൻ്റെ ഈ പ്രകടനങ്ങളും ഇലക്ഷൻ്റെ മുന്നിലെ കൊട്ടിക്കലാശം, അതും എത്ര ആൾക്കാരെ എത്ര വണ്ടികൾ, ബസ്സുകൾ അങ്ങനെയൊക്കെ ബ്ലോക്കാക്കിയിട്ടാണ് ഓരോ പ്രകടനങ്ങളും കാര്യങ്ങളും നടത്തുന്നത്. എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ ഈ ഒരു ചെറിയൊരു യൂട്യൂബ് ചാനലാണ്, കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ള യൂട്യൂബ് ചാനലാണ്. എൻ്റെ ഈ വീഡിയോ എത്രത്തോളം ആൾക്കാർ കാണുന്നുള്ളതൊന്നും എനിക്കറിയില്ല. കാണുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളൊക്കെ ചിന്തിക്കേണ്ടതല്ല. ഞാൻ ഈ പറയുന്ന കറക്റ്റ് പോയിൻ്റ് അല്ലേ? ഞാൻ ഏതൊരു രാഷ്ട്രീയ പാർട്ടിനെയും ഞാൻ കുറ്റം പറയുന്നില്ല. രാഷ്ട്രീയം ആവശ്യമാണ്. രാഷ്ട്രീയം വോട്ട് ചെയ്യാതെ ഇരിക്കലോ രാഷ്ട്രീയം ഇല്ലാതിരിക്കലോ ഒരിക്കലും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. രാഷ്ട്രീയം ആവശ്യമാണ്. പക്ഷേ അതിൻ്റെ ഒരു രീതികളിൽ ഒരുപാട് മാറ്റം വരേണ്ട കാലം അതിക്രമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അമിതമായ ഒരു ഭയങ്കര ആഘോഷം കൊടുക്കുന്നതും ഓവർ ഇമോഷൻ കൊടുക്കുന്നതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യണം. ആ ഒരു ടൈമിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു യോഗത്തിന് തന്നെ ടൈം കൊടുക്കണം. ആ സമയം കൊണ്ട് തന്നെ നമ്മൾ യോഗങ്ങളൊക്കെ നടത്തി അവസാനിച്ചിട്ട് എല്ലാ പ്രകടനങ്ങളും ആഘോഷങ്ങളും റോഡിൽ നിറച്ച് അത് എന്താണ് ഇത്ര അധികം ആവേശം കൊടുക്കുക? അവർ നമ്മൾ സേവകരല്ലേ, ദൈവങ്ങളൊന്നുമല്ലല്ലോ. ദൈവങ്ങളെ പോലെയാണ് ആൾക്കാർ ആരാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ എത്രത്തോളം വ്യക്തമായിട്ട് പറഞ്ഞു എന്നറിയില്ല, എങ്കിലും ഞാൻ വളരെ കൃത്യമായിട്ട് പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ എത്രത്തോളം ഇത് മനസ്സിലായെന്ന് അറിയില്ല. ഇത് ചിലപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഒരു മാധ്യമത്തിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇത് ആൾക്കാർ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമാണ്. കാരണം ഇനിയും തെരഞ്ഞെടുപ്പുകൾ ഒരുപാട് വരാൻ പോവുകയാണ്. എനിക്ക് വ്യക്തിപരമായ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഒരാളെന്നോട് കൃത്യമായിട്ട് ഒരു സ്ഥലത്ത് അർജൻറ്റായിട്ട് പോകേണ്ട ടൈമിൽ അവരെന്നെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഇലക്ഷൻ്റെ ഒരു ഇതിന് ഞാൻ പെട്ടുപോയി, ആ ടൈമിന് എത്താൻ പറ്റുമോ അറിയില്ല. കാരണം ഇതാണ് അവസ്ഥ. നമ്മുടെ നാട്ടിൽ റോഡിൻ്റെ അവസ്ഥ അറിയില്ല, പ്രത്യേകിച്ച് നിലമ്പൂരിലൊക്കെയുള്ള റോഡിൻ്റെ അവസ്ഥ. ആ ഒരു പ്രകടനങ്ങളും ബ്ലോക്കുകളും കൊണ്ട് എത്ര പെട്ടെന്ന് എത്തേണ്ട ആൾക്കാർ, എല്ലാവർക്കും ഒരു സ്ഥലത്ത് എത്താനുള്ള അവകാശം കാര്യങ്ങൾ, ഒരാളെ ഫണ്ടമെൻ്റൽ റൈറ്റിനെയാണ് അവിടെ എന്താ പറയുക ബാധിച്ചിട്ടുള്ളത്. എന്തായാലും അങ്ങനെ ആൾക്കാരൊന്ന് മാറി ചിന്തിക്കേണ്ട ടൈമായിട്ടുണ്ട്. അങ്ങനെ മാറി ചിന്തിക്കുമെന്ന് ഭാവിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ബാക്കിയുള്ള ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം എന്തായാലും കമൻറ്റ് രേഖപ്പെടുത്തണം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്.